നല്ലൊരു ഊണോ അല്ലെങ്കിൽ ഒരു ബിരിയാണിയോ കഴിച്ചതിന് ശേഷം ഇനി ഒരു പായസമോ അല്ലെങ്കിൽ കുറച്ച് ഐസ്ക്രീമോ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് എപ്പോഴും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്നാൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം മധുരം കഴിക്കാൻ തോന്നുന്നതിന് പ്രധാനമായി 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ ഷുഗറിന്റെ അളവ് സ്വാഭാവികമായി കൂടും. അത് നിയന്ത്രിക്കാൻ ശരീരം വേഗത്തിൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കും. ഈ പ്രക്രിയയിലൂടെ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴേക്ക് വരും. ഈ സമയത്ത് ഷുഗർ കുറഞ്ഞല്ലോ, പെട്ടെന്ന് കുറച്ച് എനർജി വേണം എന്ന് തലച്ചോറ് ശരീരത്തിന് സിഗ്നൽ നൽകും. ആ പെട്ടെന്നുള്ള എനർജിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി മധുരം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാരണം, മധുരം കഴിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഫീൽ ഗുഡ് കെമിക്കൽസ് പുറത്തു വരും. ഇത് നമുക്കൊരു പ്രത്യേക സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ആ അനുഭവം കിട്ടാൻ വേണ്ടി വീണ്ടും തലച്ചോറ് നമ്മളെ കൊണ്ട് കാണിക്കുന്ന ഒരു ട്രിക്കാണ് ഈ മധുരക്കൊതി. ഇനി എന്താണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ മധുരം കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ അതിവേഗം ഉയരും. ഇത് നിയന്ത്രിക്കാൻ ശരീരം കൂടുതൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. കാലക്രമേണ ഈ അധിക പഞ്ചസാര ശരീരത്തിലെ കൊഴുപ്പായി, പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പായി അടിയുകയും ചെയ്യും. മാത്രമല്ല, ഭക്ഷണം കഴിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ അനുഭവപ്പെടുന്ന അമിതമായ ക്ഷീണം, മയക്കം, ഉറക്കം എന്നിവയ്ക്കും ഈ ഷുഗർ വ്യതിയാനങ്ങൾ ഒരു പ്രധാന കാരണമായേക്കാം. ഇനി ക്രേവിങ്സിനെ എങ്ങനെ ഹെൽത്തിയായി മറികടക്കാം എന്ന് നോക്കാം. ഐസ്ക്രീമുകൾക്കോ മിഠായികൾക്കോ പകരം ഒരു ആപ്പിൾ കഷ്ണമോ പേരയ്ക്കയോ തണ്ണിമത്തനോ അല്ലെങ്കിൽ 1-2 ഈന്തപ്പഴമോ തിരഞ്ഞെടുക്കാം. ഇവയിൽ ധാരാളം ഫൈബർ ഉള്ളതിനാൽ ഷുഗർ വളരെ വേഗത്തിൽ ഉയരില്ല. ഓർക്കുക, ഊണിന് ശേഷമുള്ള മധുരക്കൊതി സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ ശരീരത്തെയും അതിന്റെ മാറ്റങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ഹെൽത്തി ആയുള്ള തീരുമാനങ്ങൾ എടുക്കാം. സോ സ്റ്റേ ഹെൽത്തി.